നമ്മുടെ ആളുകളുടെ ഇടയിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ പ്രശ്നം മതി ആളുകൾ ആകെ തകർന്ന് തരിപ്പണായി പോകും. അവരുടെ മനസ്സിലുള്ള എല്ലാ വേവലാതികളും അവർ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും വൈകാരികമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നഷ്ടപ്പെടും. പോസിറ്റീവ് ഔട്ട്ലുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് കുറയുന്നത്. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം കൈവരിക്കുന്നതിന് മെഡിറ്റേഷൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് 3500 വ്യക്തികളിൽ നടത്തിയ ഒരു പഠനത്തിൽ മെഡിറ്റേഷൻ വിഷാദരോഗം വലിയൊരളവിൽ മാറ്റം വരുത്തുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. 3500 വ്യക്തികളിൽ നടത്തിയ ഒരു പഠനത്തിൽ മെഡിറ്റേഷൻ വിഷാദരോഗം വലിയൊരളവിൽ മാറ്റം കൊണ്ടുവരുന്നതായിട്ട് കണ്ടെത്തി. നോക്കൂ, ഇന്നത്തെ പല ആളുകൾക്കും ഡിപ്രഷനുണ്ട്, പല ആളുകൾക്ക് ആങ്ഷൈറ്റി ഉണ്ട്. ഇതെങ്ങനെയാണ് വലിയ തോതിൽ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് ഇന്ത്യയിൽ നിന്ന് പോയതാണ്, ഭാരതത്തിൽ നിന്ന് പോയതാണ്, വേദങ്ങളിൽ നിന്ന് പോയതാണ്, യോഗസൂത്രങ്ങളിൽ നിന്ന് പോയതാണ്. പതഞ്ജലീകൃതമായ യോഗസൂത്രങ്ങളിലൂടെ കടന്നു വന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പിതാമഹന്മാരാണ് നമ്മുടെ രാജ്യത്തു നിന്നാണ് അത് വിദേശത്തേക്ക് പോയത്. ബട്ട് വി ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി നാലാമത്തെ കാര്യം, മെഡിറ്റേഷനിലൂടെ ആത്മബോധം ഉയരുന്നു എന്നതാണ് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. നമ്മളെക്കുറിച്ച് കൂടുതൽ അവബോധം നേടാൻ മെഡിറ്റേഷൻ ഏറെ സഹായിക്കുന്നു. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാം. വെൻ വി ആർ മെഡിറ്റേറ്റിംഗ് നമ്മൾ മനസ്സിലാക്കും ആക്ച്വലി നമ്മളെ വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, ഇതിന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അതുവരെ നമുക്ക് അതിലേക്ക് എത്താൻ പലപ്പോഴും കഴിഞ്ഞോളുന്നില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആത്മാവബോധം നമ്മുടെ ഉള്ളിൽ നമുക്ക് പതുക്കെ പതുക്കെ ഉണ്ടായി വരികയും നമുക്ക് ചുറ്റുമുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ സഹായിക്കും. അതായത് നമ്മൾ അതുവരെ പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച്, നമ്മുടെ പരിതസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ച്, നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച്, ക്ലോസ് ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിക്കാറുണ്ടാവില്ല. എന്നാൽ മെഡിറ്റേഷൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇതിൽ വലിയ പരിവർത്തനം ഉണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. എന്നോട് തന്നെ പലരും ഈ കാര്യം പറയാറുണ്ട്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.